ഹലോ, നമസ്കാരം കൂട്ടുകാരെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? ഇന്നൊരു കാര്യം ചെയ്യാൻ നാം പോകണം കേട്ടോ. വാ, നമുക്ക് രണ്ട് ചക്കയൊക്കെ മുറിച്ചിട്ട് രണ്ട് ചുളയൊക്കെ തിന്നിട്ട് പോവാം. ഓക്കെ, വാ. ആദ്യം ഞാൻ എന്താ ചെയ്യുന്ന അറിയോ? നല്ല മുളഞ്ഞുണ്ടാവും. അതിന് കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് തുടങ്ങാം. കത്തിയിൽ തേച്ചു, കയ്യിൽ തേച്ചു. ഈ കയ്യിൽ തേക്കണ്ട കേട്ടോ. ആ കണ്ടോ? എന്ത് രസം കിട്ടോ. ചക്ക മുറിച്ചു കഴിഞ്ഞാ അപ്പൊ ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടില്ല വെച്ചാ സുഖം ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ഇനി ഇത് മുറിക്കാൻ പറ്റുള്ളൂ. ചോള പറിച്ചിടാനാട്ടോ. നല്ല ചക്ക കേട്ടോ. ഇപ്പൊ മഴ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ നല്ല ചക്കയാണ്. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് നാശാവും. യോ, ന്യൂജൻ പിള്ളേരൊക്കെ പഠിച്ചോട്ടോ. അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ഉണ്ടാക്കിയത്. നല്ല മൂശുള്ള കത്തി വേണമെന്നേ ഉള്ളൂ. മെടാള് വേണമെന്നൊന്നുമില്ല. അങ്ങനെ മുറിച്ചു കഴിഞ്ഞാല് ഇതാ അങ്ങനെ കിട്ടും. എന്റെ മൂക്കൊന്നിങ്ങനെ മുറിച്ചിട്ട് മൂക്ക് മുറിക്കുക, ചക്കയുടെ മൂക്ക് മുറിക്കാന്ന് അറിയില്ലേ. പിന്നെ ഇത് കുറവാട്ടോ, മുളഞ്ഞ് കുറവാണേ. കണ്ടോ, മുളഞ്ഞൊന്നും ഇല്ല തന്നെ. ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞത്. എന്തായാലും മുളഞ്ഞെന്നുള്ളത് മറന്നുപോയി. മുളഞ്ഞില്ലാത്തത് പറഞ്ഞു കുറേശ്ശേ. നല്ല രസമുണ്ട് കേട്ടോ, കളറൊക്കെ കണ്ടോ. നിങ്ങൾ ഇതിന്റെ കുരു കൊണ്ട് എവിടെയെങ്കിലൊക്കെ വെക്കാറുണ്ടോ? ഞങ്ങൾ വെക്കാറുണ്ട് കേട്ടോ. ഉപ്പേരി വെക്കും, കറിയിലൊക്കെ ഇടും. ചക്ക പിന്നെ ചുള പറിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാവുന്നോർത്താനും കഴിക്കും. അത് കഴിഞ്ഞാല് പിന്നെ നാളേക്ക് പറ്റുമെങ്കിൽ നാളേക്ക് എടുക്കും. അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ അറിയോ, എല്ലാം പറിച്ചിട്ട് പിന്നെ നുറുക്കിയിട്ട് വേവിച്ച് വെക്കും. അപ്പൊ നാളത്തേക്ക് കേട് വരില്ല. നാളെയും കഴിക്കാം. പിന്നെ ഇനി ഒന്നും കൂടി വേവിച്ചാൽ മതി, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അങ്ങനെ എത്ര ദിവസം വേണമെങ്കിലും കഴിക്കാം. അല്ല ഞാൻ കുറെ കൂടുതലുണ്ടെങ്കിൽ വരട്ടിയിട്ടൊക്കെ വയ്ക്കാം. അപ്പൊ എത്ര കാലം വേണമെങ്കിൽ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വരട്ടിയിട്ടൊക്കെ വയ്ക്കാം. ചക്ക വിഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു എന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാം. നല്ല ബലമുള്ള ചക്ക കേട്ടോ.